ഹായ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിഷ്ണുമായ ക്ഷേത്രമായിട്ടുള്ള പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തേക്ക് പോയാലോ? അപ്പോൾ ഇവിടേക്ക് മാത്രമല്ല, നമ്മൾ 3 ഫേമസ് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കും കൂടിയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രം, രണ്ടാമത്തേത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം, മൂന്നാമത്തെയാണ് കാനടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം. നമ്മുടെ മെയിൻ ഡെസ്റ്റിനി എന്ന് പറയുന്നത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനമാണ്. ഈ വീഡിയോ കാറുള്ളവർക്കല്ല, മറിച്ച് ബസ്സിലോ ട്രെയിനിലോ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ യൂട്യൂബ് നോക്കിയ സമയത്ത് ബസ് റൂട്ട് കണ്ടില്ല, ആരും ബസ്സിൽ പോയിട്ടുള്ള വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇടാമെന്ന് വെച്ചത്. എൻ്റെ വീട് പൊന്നാനിയിലാണ്. അപ്പോൾ പൊന്നാനിൽ നിന്ന് ഈ അമ്പലത്തിലേക്ക് പോകാൻ ബസ്സിൽ കുറച്ച് പണിയാണ്. എന്നാൽ കുറഞ്ഞ സമയത്ത് ഈ ഒരു റൂട്ടിൽ കൂടെ നമുക്ക് എത്താൻ പറ്റും. ഈ പൊന്നാനി തിരൂർ ഭാഗത്തേക്ക് വരുന്നവർക്കൊക്കെ ഞാൻ ഈ ഒരു പോകുന്ന രീതിക്ക് തന്നെ പോകാൻ പറ്റും. അപ്പോൾ പൊന്നാനി KSRTC സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ ബസ്സിലോ അല്ലാച്ചെങ്കിൽ വൈറ്റിലെ ബസ് ഭാഗ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ നേരെ തൃപ്രയാർ പോയിട്ട് ഇറങ്ങാം. നമ്മുടെ ഡെസ്റ്റിനി വന്നിട്ട് എങ്ങനെയായാലും തൃപ്രയാർ സ്റ്റാൻഡാണ്. ഇപ്പോൾ പൊന്നാനിന്ന് ഗുരുവായൂർ അല്ലെങ്കിൽ KSRTC ബസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് ചാവക്കാട് ഇറങ്ങാം. ചാവക്കാട് നിന്ന് ഡയറക്റ്റ് തൃപ്രയാർ പ്രൈവറ്റ് ബസ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ പ്രൈവറ്റ് സ്റ്റാൻഡിൽ അങ്ങനെയും പോകാൻ പറ്റും. ഞങ്ങൾക്ക് പോകുന്ന സമയത്ത് ഭാഗ്യത്തിന് ഒരു വൈറ്റിലെ KSRTC ബസ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് പൊന്നാനി സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് തൃപ്രയാർ സ്റ്റാൻഡിൽ പോയിട്ട് ഇറങ്ങി. തൃപ്രയാർ സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ തൃപ്രയാർ ക്ഷേത്രം എന്ന ബോർഡുള്ള ബസ് നോക്കണം. അതിൽ തന്നെ കാഞ്ഞാണി, പെരിങ്ങോട്ടുകര, ആവണങ്ങാട് ബസ്സിൽ കയറണം. അപ്പോൾ തൃപ്രയാർ ക്ഷേത്രം എന്ന് എഴുതിയിട്ടുള്ള ഒരുപാട് ബസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റ് റൂട്ട് നോക്കിയിട്ടും അല്ലെങ്കിൽ കണ്ടക്ടർമാരുടെ അടുത്തോ ഡ്രൈവർമാരുടെ അടുത്തോ ഇന്ന അമ്പലത്തിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് ബസ്സാണെന്ന് കറക്റ്റ് പറഞ്ഞു തരും. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ആവണങ്ങാട്ടിൽ ശ്രീ കളരി സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. രണ്ടാമത് പോയത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം, മൂന്നാമതാണ് കാനടിക്കാവ്. അപ്പോൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന് നടക്കാനുള്ള ദൂരമുള്ളൂ കാനടിക്കാവിലേക്ക്. ഇനിയിപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നവർക്ക് ചെങ്കിൽ എങ്ങനെ പോകണമെന്ന് പറയാം. മെയിനായിട്ട് തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് വരുന്നവരായാലും ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോ KSRTC സ്റ്റാൻഡിലോ എത്തിക്കഴിഞ്ഞാൽ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോകണം. അപ്പോൾ ബസ്സിൽ വരുന്നവർ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ചേർപ്പ് വഴി തൃപ്രയാർ പോകുന്ന 9ാം നമ്പർ ബസ്സിൽ കയറുക. എന്നിട്ട് ആവണങ്ങാട് സ്റ്റോപ്പിൽ ഇറങ്ങണം. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് ആവണങ്ങാടാണ്, രണ്ടാമത് പെരിങ്ങോട്ടുകര ദേവസ്ഥാന അമ്പലത്തിലേക്ക്, മൂന്നാമതാണ് കാനടിക്കാവ് വരുന്നത്. അപ്പോൾ കാനടിക്കാവിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ആവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ദേവസ്ഥാനത്തേക്ക് എങ്ങനെയായാലും ഓട്ടോയ്ക്ക് ഒരു 50 രൂപ പോയിന്റും ബസ്സിനാണെങ്കിൽ ഒരാൾക്ക് ഒരു 10 രൂപ പോയിന്റ് ഉണ്ടാവുള്ളൂ. എങ്ങനെയായാലും ഓട്ടോയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് ആദ്യം കാണുന്നത് ആവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ സ്വാമി ക്ഷേത്രമാണ്. പക്ഷേ തൃപ്രയാർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ആദ്യം കാണുന്നത് കാനടിക്കാവായിരിക്കും. പക്ഷെ ആദ്യം കയറേണ്ടത് ആവണങ്ങാടാണ്. ആ സ്റ്റോപ്പിലാണ് ആദ്യം ഇറങ്ങേണ്ടത്. തൃപ്രയാറിൽ നിൽക്കുന്ന ഈ ഒരു ബസ് എങ്ങനെ പോയാലും തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലേക്കാണ് നേരെ പോകുന്നത്. വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. മലബാർ ഭാഗത്തേക്ക് ക്ഷേത്ര ദർശനത്തിനായിട്ടൊക്കെ വരുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു 3 അമ്പലങ്ങളാണിത്. ഇവിടെ ഈ ഒരു 3 അമ്പലങ്ങൾ മാത്രമല്ല, പക്ഷെ ഫേമസ് ആയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ കാറിനൊക്കെ വരുന്നവർക്ക് ഈസി ആയിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.